നമസ്കാരം. സെപ്റ്റംബർ 15-നാണ് തിരുവോണം വരുന്നത്. സെപ്റ്റംബർ 15-ന് മുൻപ് തന്നെ ചില നക്ഷത്രക്കാർക്ക് ചില സൗഭാഗ്യങ്ങൾ തേടിയെത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. അതിനാൽ നിങ്ങളുടെ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതുമാകുന്നു. എന്നാൽ പൊതുഫലത്താൽ ചില നക്ഷത്രക്കാർക്ക് സൗഭാഗ്യകരമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ധനപരമായ ചില നേട്ടങ്ങൾ, അത് ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ടോ നറുക്കെടുപ്പ്, സമ്മാനങ്ങൾ ലഭിക്കുക, അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സൗഭാഗ്യം തേടിയെത്തുവാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രക്കാരുണ്ട്. ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. അതിൽ ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സൗഭാഗ്യകരമായ കാര്യങ്ങൾ ഓണത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുവാൻ സാധിക്കും എന്ന് നിസ്സംശയം പറയാം. പ്രധാനമായും ഇവർക്ക് ഭാഗ്യം വന്ന് ചേരാൻ പോകുന്നത് ജീവിതത്തിലേക്ക് നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഭാഗ്യക്കുറി, മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങളാലാകുന്നു. അത്തരം കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് പറയാം. അതിനാൽ ഈ നക്ഷത്രക്കാർക്ക് പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. അപ്രതീക്ഷിതമായ ധനഭാഗ്യം പോലും വന്നു ചേരാം. അതായത് പ്രതീക്ഷിക്കാതെ തന്നെ ചില വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കുക, അല്ലെങ്കിൽ നൽകിയിരിക്കുന്നതായ കൈവായ്പ തിരികെ ലഭിക്കുക, കടം തിരികെ ലഭിക്കുക, നിങ്ങൾ പ്രതീക്ഷിച്ച ധനം ആ വ്യക്തികളിൽ നിന്നും തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതുമാണ്. എന്നാൽ ഈ സമയം എടുത്തുചാട്ടം, ക്ഷോഭം തുടങ്ങിയ കാര്യങ്ങളാൽ വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ പോലും തട്ടിത്തെറിച്ചു പോകാം. അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ ശ്രമിക്കുക. മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാകുന്നു. തിരുവോണം നക്ഷത്രക്കാരായ വ്യക്തികൾക്കും ഇത്തരത്തിൽ ലോട്ടറി ഭാഗ്യം അല്ലെങ്കിൽ ഭാഗ്യക്കുറി, നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് പറയാം. പ്രതീക്ഷിക്കാതെ കൈകളിലേക്ക് ധനം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പ്രതീക്ഷിച്ചായ ധനം ലഭിക്കാം. അത് ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകുന്നതുമാകാം. അത്തരത്തിൽ ചില കാര്യങ്ങളും ഓണത്തിന് മുൻപുള്ള ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ധനപരമായ അല്പം നേട്ടങ്ങൾ വന്നു ചേരാം. അത് ഈ ദിവസങ്ങളിൽ തന്നെ ആകണം എന്നില്ല, ഓണത്തിന് മുൻപുള്ള ദിവസങ്ങളിലുമാകാം. ഈ സമയങ്ങളിൽ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണ്. എന്നിരുന്നാൽ പോലും ഓണവുമായി ബന്ധപ്പെട്ട അടുത്ത ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതിനാൽ ഈ ദിവസങ്ങൾക്കുള്ളിൽ ഇത്തരത്തിലൊരു സൗഭാഗ്യം ഇവരെ തേടി എത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യമാണ് പ്രധാനമായും ഇവർ ഓർക്കേണ്ടത്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാകുന്നു. പൂയം നക്ഷത്രക്കാരായ വ്യക്തികൾക്കും ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ ധനലാഭം, ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രക്കാരാണ് എന്ന് പറയാം. പ്രതീക്ഷിക്കാതെയായിരിക്കും ധനം കൈകളിലേക്ക് വന്നു ചേരുക. അത് ഓണത്തിന് മുൻപുള്ള ദിവസങ്ങളാകാം, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലാകാം. അതിനാൽ തന്നെ ഈ സമയം ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഈ കാര്യങ്ങൾ പ്രത്യേകമായി ഒന്ന് ഓർക്കുക. കാരണം നിങ്ങൾ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങളിൽ നിന്നും അല്പം ആശ്വാസം ലഭിക്കുവാൻ സഹായകരമായ ധനപരമായ ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൈവായ്പ ലഭിക്കുക, ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം പ്രതീക്ഷിക്കാം. ഭാഗ്യക്കുറി, നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. എന്ത് കാര്യവും അമിതമായാൽ ദോഷമാണ് എന്ന കാര്യവും നിങ്ങൾ പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രം ഉത്തരം നക്ഷത്രമാകുന്നു. ഉത്തരം നക്ഷത്രക്കാർക്കും ഇത്തരത്തിലൊരു സൗഭാഗ്യം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പലവിധ പ്രയാസങ്ങളോ മാനസികപരമായ ദുരിതങ്ങളോ ജീവിതത്തിൽ ഈ സമയം അനുഭവിക്കുന്നവർ തന്നെയാണ് ഇവർ. ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഇരട്ടിയായി വന്നു ചേരുന്നു. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തതായ അവസ്ഥ, ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിന് പലവിധ കാരണങ്ങളുണ്ട്.
പലവിധ കാരണങ്ങളാൽ ജീവിതത്തിലേക്ക് പണം വന്നു ചേരാം. കൈവായ്പയോ അല്ലെങ്കിൽ ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. ഭാഗ്യക്കുറി, നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട തൊഴിൽപരമായ നേട്ടങ്ങളാകാം. അപ്രതീക്ഷിതമായ ധനഭാഗ്യമാകാം. നൽകിയിരിക്കുന്നതായ കൈവായ്പ കടം തിരികെ ലഭിക്കുന്നതാകാം. ഇത്തരത്തിൽ പല വഴികളിലൂടെയും നിങ്ങൾക്ക് ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുന്നതിനാൽ ധനം കൈമോശം, കൈകളിലേക്ക് വന്നു ചേർന്നിരിക്കുന്നതായ ധനം കൈമോശം വന്ന് പോകുവാനുള്ള സാധ്യതയുമുണ്ട്. അതിനാൽ പണം കൈകളിലേക്ക് വന്ന് ചേരുന്നത് പോലെ തന്നെ ശ്രദ്ധ വന്നതിന് ശേഷവും നിങ്ങൾ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദം നക്ഷത്രമാകുന്നു. പുണർദം നക്ഷത്രക്കാർക്കും ഇത്തരത്തിൽ ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്നതായ സമയമാണ്. ഈ സമയം ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമായിരിക്കുന്ന സമയമാണ് എന്ന് പറയാം. പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ധനം ആവശ്യമായിട്ടുണ്ട്. എന്നാൽ കൈകളിലേക്ക് ധനം വന്ന് ചേരാത്തതായ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. വന്നു ചേർന്നതുപോലെ തന്നെ ധനം നഷ്ടമാവുകയോ അല്ലെങ്കിൽ പലവിധ ചിലവുകൾ വന്നു ചേർന്ന് ധനം കൈകളിൽ നിൽക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. അതായത് കൈകളിലേക്ക് ധനം വന്നു ചേരുവാനും പല ആവശ്യങ്ങൾ നിവർത്തിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഓണത്തിന് മുൻപുള്ള ഈ ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. അത് ഒരു പക്ഷേ ഓണത്തിന് മുൻപുള്ള ദിവസങ്ങളാകാം. അതിനാൽ അല്പം കൂടി നിങ്ങൾ കാത്തിരിക്കേണ്ടതായും വരാം. എന്നാൽ ഈ സമയങ്ങളിലും പ്രതീക്ഷിക്കാം. അതിനാൽ തന്നെ ഈ സമയം ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്ക് പലവിധ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ബിസിനസ് പരമായ കാര്യങ്ങൾ അനുകൂലമാകാം. തൊഴിൽപരമായ ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. നൽകിയിരിക്കുന്നതായ പണം തിരികെ ലഭിക്കാം. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാം. അത്തരത്തിൽ പല വഴികളിലൂടെയും ധനം വന്നു ചേരാം. ഭാഗ്യക്കുറി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ നറുക്കെടുപ്പ്, പലവിധ നറുക്കെടുപ്പുകളിലൂടെ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും നിങ്ങൾക്ക് കൂടുതലാകുന്നു. അത്തരത്തിൽ പല വഴികളിലൂടെയും ധനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ തന്നെ ഈ സമയം ക്രോധം, ദേഷ്യം ഈ കാര്യങ്ങൾ ഒഴിവാക്കുകയും എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുകയും വേണം. ആ കാര്യവും നിങ്ങൾ പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം പലവിധ ദുഃഖങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നതായ സമയമാകുന്നു. ധനം ആവശ്യമുണ്ട്. പല കാര്യങ്ങൾക്കും ധനം നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമായ സമയമാണ്. എന്നാൽ പ്രതീക്ഷിച്ചതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാത്തതായ അവസ്ഥയുണ്ട്. കാര്യങ്ങൾ നടന്നു പോകുന്നു. എന്നിരുന്നാൽ പോലും നിങ്ങൾ ഉദ്ദേശിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരുന്നില്ല. ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഈ സമയങ്ങളിൽ, പ്രധാനമായും ഓണത്തിന് മുൻപുള്ള ഈ സമയങ്ങളിൽ അല്പം നേട്ടങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക എന്നതാണ് ഓർത്തിരിക്കേണ്ടത്. തൊഴിൽപരമായ നേട്ടങ്ങൾ, ബിസിനസ് പരമായ നേട്ടങ്ങൾ, അഥവാ നിങ്ങൾക്ക് വളരെ കാലമായി ലഭിക്കേണ്ടതായ ധനം കൈകളിലേക്ക് വന്നു ചേരുക, ലോട്ടറി, പലവിധ നറുക്കെടുപ്പുകളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരത്തിൽ പല വഴികളിലൂടെയാണ് നിങ്ങൾക്ക് ധനം വന്നു ചേരുക. അതിനാൽ തന്നെ ഈ വന്നു ചേർന്നിരിക്കുന്നതായ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ചാൽ, വന്നു ചേരുന്ന അവസരങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചാൽ ധനപരമായ നേട്ടവും ഉയർച്ചയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് പലവിധ ദുഃഖങ്ങൾ മനസ്സിലുണ്ട്. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തിരിച്ചടികൾ, ധനപരമായ പ്രയാസങ്ങൾ, തിരിച്ചടവ് മുടങ്ങുക, അത്തരം പല പ്രശ്നങ്ങളുണ്ട്. ആവശ്യത്തിനുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരാത്തതായ അവസ്ഥ, ധനം കൈകളിൽ നിൽക്കാത്തതായ അവസ്ഥ, ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവർ തന്നെയാണ് ആയില്യം നക്ഷത്രക്കാർ. എന്നാൽ പല വിധത്തിലും ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ നിവർത്തിക്കുവാനുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല വഴികളിലൂടെയും ധനം വന്നു ചേരാം. നിങ്ങൾക്ക് തൊഴിൽപരമായ കാര്യങ്ങൾ അനുകൂലമാവുക, പ്രതീക്ഷിക്കാതെ തൊഴിൽപരമായ ചില കരാറുകൾ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള നേട്ടങ്ങൾ, ബിസിനസ് പരമായ ഉയർച്ച വന്നു ചേരുക, വ്യവഹാരങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാവുക, തന്മൂലം ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക, വസ്തു വിൽക്കുക, അത്തരം കാര്യങ്ങൾ സംഭവിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നതായ ആ കാര്യം വിറ്റുപോവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഭാഗ്യക്കുറി, നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും
നിങ്ങൾക്ക് ധനം കൈകളിലേക്ക് വന്നു ചേരാം. നറുക്കെടുപ്പ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതുമാകാം. അത്തരത്തിൽ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ഇത്തരത്തിൽ പല വഴികളിലൂടെയും ധനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ഈ സമയം നിങ്ങൾക്ക് വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. ലോൺ, കൈവായ്പ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾക്കായി ശ്രമങ്ങൾ നടത്തുന്നു അഥവാ ചില വ്യക്തികളിൽ നിന്നും ധനം പ്രതീക്ഷിക്കുന്നു എങ്കിൽ അത്തരം വ്യക്തികളിൽ നിന്നും ധനം ലഭിക്കുകയോ മുൻപ് പരാമർശിച്ച കാര്യങ്ങൾ അനുകൂലമാവുകയോ ചെയ്യാം. അപ്രതീക്ഷിതമായി ചില വ്യക്തികളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. അത്തരം കാര്യങ്ങളും അനുകൂലമാകാം. അതിനാൽ പൊതുവിൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സമയമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. രേവതി നക്ഷത്രക്കാർക്കും ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പലവിധ ദുരിതങ്ങൾ നിങ്ങൾക്കുണ്ട്. പല പ്രയാസങ്ങൾ മനസ്സിലുള്ളവരാണ് നിങ്ങൾ. പല കാര്യങ്ങളും പുറത്ത് പറയുവാൻ സാധിക്കാത്തതായ അവസ്ഥ അഥവാ പല വിഷമങ്ങളും ഉള്ളിൽ ഒതുക്കി മുന്നോട്ട് പോകുന്നതായ സമയം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ, ധനപരമായ ചില മാറ്റങ്ങൾ വന്നു ചേരാം. ചില കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ, നിവർത്തിക്കുവാൻ സഹായകരമായ രീതിയിൽ സഹായം ലഭിക്കുകയോ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുകയോ, ഭാഗ്യക്കുറി, നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാവുക, ചിട്ടി, ലോൺ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാവുക, അല്ലെങ്കിൽ ലോണുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുക, കൈവായ്പ തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കുക, നിങ്ങൾ നൽകിയിരിക്കുന്നതായ ധനം തിരികെ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൂടെയും ധനം വന്നു ചേരാം. അതിനാൽ ഈ സമയം വന്നു ചേർന്നിരിക്കുന്നതായ അവസരം ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. ഈ സമയം ഇഷ്ടദേവതയെ ഭജിക്കുന്നതും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക. ഭാഗ്യം തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുക. വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ചും നെയ്വിളക്ക് തെളിയിച്ച് ദേവിയെ ആരാധിക്കുവാൻ പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്.